വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് എനിക്ക് കുറച്ചേറെ വർക്കുണ്ട്. എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന കോയിൻസ് പോയി ഞാൻ കളക്ട് ചെയ്യണം. അതിനുവേണ്ടി ഇപ്പോൾ ഇറങ്ങാൻ പോവുക. അതിനു മുമ്പേ എനിക്ക് കുറച്ച് വസ്തുവല്ല കുറച്ച് കൊറിയേഴ്സ് വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തുനിന്ന് ഈ രണ്ടാണ് കൊറിയേഴ്സ്. അഡ്രസ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ രണ്ടാണ് കൊറിയേഴ്സ്. അത് നമ്മുടെ മറ്റേ 25,000 രൂപയുടെ മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും. അത് തന്നെ ഒരെണ്ണം കൂടി ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഈ ബോക്സ് ഇത്രയും, ഈ ബോക്സ് ഇത്രയും. ഇത് പിന്നെ എന്തുവാ ഈ വാഷിംഗ് മെഷീൻ ഡീസ്കെയിൽ ചെയ്യുന്നത് കൊടുക്കത്തെ വില ഓൺലൈൻ കേട്ടോ. പക്ഷെ ഇതെന്താണ് ബോക്സിന് വലിപ്പ ചെറുപ്പക്കുറവ് ദൈവമേ. എന്തായാലും തുറന്ന് നോക്കുമ്പോൾ അറിയാം. എന്തായാലും വീഡിയോ ഫുൾ എടുത്തേക്കാം റിട്ടേൺ അടിക്കണമെങ്കിൽ. ഇത് തുറക്കാം, അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് സാധനത്തിലുള്ള കുഴപ്പമുണ്ട്, റിട്ടേൺ അടിക്കണം. വീഡിയോക്കകത്ത് തുറക്കാം പ്രൂഫ് ഇരിക്കാൻ വേണ്ടി. അത് തുറക്കട്ടെ. വരൂ ഒടുക്കത്തെ പ്ലാസ്റ്റിക് ആണല്ലോ, സെലോ ടേപ്പ്. ഞാൻ ഒട്ടും ഇങ്ങനെ ഇടക്ക് വെച്ച് മാറ്റാത്ത അൺഇൻറ്ററപ്റ്റഡ് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ഇൻറ്ററപ്ഷനൊക്കെ തോന്നും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് പ്രൂഫായിട്ട് എവിടെയെങ്കിലും കാണിക്കണമെങ്കിൽ ഞാൻ ഫുൾ ഫുട്ടേജ് എടുത്ത് വെക്കും. വരൂ തുറന്നു വരൂ. ഒരു ബോക്സൊക്കെ ഉണ്ടകത്ത്. ഇത് ടാസ്കാം DRDL പ്രോ അല്ലല്ല, ഞാൻ മേടിച്ചത് പ്രോ ആയിരുന്നു. ഞാൻ പ്രോ ആണ് മേടിച്ചത്. ഇതെന്താണ് ഇത് DRDL. ഇതും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇതാ മേടിച്ച്. ഞാൻ പ്രൈസ് കുറവ് പേ ചെയ്തത് 19 രൂപ കണ്ട്, മറ്റേ 26 അല്ലായിരുന്നു. ഞാൻ വിചാരിച്ച് പ്രൈസ് കുറഞ്ഞ് കാണുമെന്ന്. അല്ലാതെ അതിനകത്ത് DRDL പ്രോ എന്ന് എഴുതിയിരുന്നത്. ഇത് DRDL. ഇത് വെക്കണം അല്ല എക്സ്ചേഞ്ച് ചെയ്യണം. ഇതിനെന്തോ വ്യത്യാസമുണ്ട് അതുമായിട്ട്. എന്തായിരുന്നു മറന്നുപോയി. ഇതിന് എന്തൊക്കെ മെയിൻ ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇത് വെക്കണം അല്ലെ തിരിച്ചു കൊടുക്കണം. ഞാൻ ഈ മൈക്ക് റിട്ടേൺ ചെയ്യുക എന്നുവെച്ചാൽ ഇത് എനിക്ക് വർക്കാവും. പക്ഷേ ഇതിന്റെ ബാറ്ററി ലൈഫ് 8-9 മണിക്കൂറുള്ളൂ. മറ്റേത് ഞാൻ മേടിച്ചതിന് 24 മണിക്കൂർ നിൽക്കും. ഇത് 32 ബിറ്റ് ഫ്ലോട്ട് റെക്കോർഡ് ചെയ്യും. അത് 32 ബിറ്റ് ഫ്ലോട്ട് റെക്കോർഡ് ചെയ്യത്തില്ല. ആയിട്ട് ഞാൻ ഇതല്ല ഓർഡർ ചെയ്തത്. എനിക്ക് പക്ഷേ ആവശ്യമുണ്ട് അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി. എന്നാലും ഞാൻ ഇതല്ല ഓർഡർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ റിട്ടേൺ അടിക്കുക. റിട്ടേൺ അടിച്ചിട്ട് പൈസ തിരിച്ച് മേടിക്കും. ഈ ബോക്സിൽ തന്നെ ഇട്ടിട്ട് ഞങ്ങൾക്ക് റിട്ടേൺ ചെയ്തേക്കാം. അമ്മ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ. കരിയും ബാഗ് കടന്ന് തുറച്ച് നോക്കുന്നുണ്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത് കണ്ടപ്പോൾ. അവൻ എന്നെ കൊടുക്കത്തെ പേടിയുമാണ്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഫുഡ് കാണുമ്പോൾ ചെറിയ മത്തി കയറുന്നല്ലെന്ന് പറയുന്നത് ഇങ്ങനെ കഴിക്കാം. കൊള്ളാം കേട്ടോ. എന്നാലും ഞാൻ ആരും കഴിക്കട്ടെ. എന്നിട്ട് നമുക്ക് കോയിൻ മേടിക്കാൻ പോകാം. ഞാൻ ഇപ്പോൾ ഇല്ലേ ബാങ്കിലോട്ട് പോവുക. മറ്റേ ആക്സിസ് ബാങ്കുകാർക്ക് ഇന്റർനെറ്റ് ബാങ്കിന് വേണ്ടി ഒരു ആപ്പ് ഇല്ല. അറിയാം, ഉള്ളത് UPIക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആപ്പാണ്. ഇന്റർനെറ്റ് ബാങ്കിങ്ങിന് അവരുടെ സൈറ്റിനകത്ത് പോയാൽ നേരെ വർക്ക് ആകുന്നില്ല. ഇപ്പോൾ ഞാൻ എന്തായാലും പോയി പൈസ എടുക്കാൻ പോകും 2 ലക്ഷം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ 4 ലക്ഷം ഞാനൊന്ന് കടം മേടിച്ചില്ലായിരുന്നു ഒരാളുടെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി. 2 ഞാൻ കൊടുത്ത്. 2 കൂടി കൊടുക്കാറുണ്ട്. അതുകൂടി കൊടുത്താൽ കംപ്ലീറ്റ്. പിന്നെ നോക്കുന്നില്ല ഞാൻ. കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ബാങ്കിൽ പോയി എടുക്കണം. എൻ്റെ ചെക്കൊന്നും ഇല്ല. അപ്പോൾ ഒരു ഡൗട്ടുണ്ട് എനിക്ക്, പൈസ 2 ഇന്ന് കിട്ടുവാന്ന്. എന്നാലും നോക്കാം. ഞാൻ ഇപ്പോൾ ഓടിച്ചു വന്നപ്പോഴും എനിക്ക് ക്ലിക്കായത്. ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കുന്ന, ആരുമില്ല കാറിനകത്ത് പോലെ. ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും. സാറിന് ആരെങ്കിലും എപ്പോഴും കാറിനകത്ത് കാണും. ഇപ്രാവശ്യം ആരുമില്ല, ഒറ്റയ്ക്ക് ഓടിക്കുക. ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് വയ്യ. ഇത് ഓടിച്ചു വന്നപ്പോൾ ഇപ്പോൾ വീട്ടിലിറങ്ങി കുറച്ച് ഓടിച്ചു വന്നപ്പോഴേ ക്ലിക്കായത്. സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഞാൻ ഒരു സോളോ റോഡ് ട്രിപ്പിന് പോട്ടെ. റോഡ് ട്രിപ്പ് കുറച്ച് ദൂരെ പോകാൻ എൻ്റെ സമയമില്ല. എനിക്ക് വർക്ക് കുറെ പെൻഡിങ്. അത് പിന്നെ എപ്പോഴും അറ്റ്ലീസ്റ്റ് സോളോ റോഡ് ട്രിപ്പ് ചെറുതായിട്ട് ഏതെങ്കിലും ചെറിയ സ്ഥലത്ത് ജസ്റ്റ് ഓടിക്കാൻ വേണ്ടി മാത്രം, അങ്ങനെ വലുതായിട്ട് കറങ്ങാനൊന്നുമല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരായിരുന്നു. നോക്കട്ടെ, നമുക്ക് ചെയ്യാം. മറ്റേ മെയിൻ മുംബൈയിൽ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. പക്ഷെ അവിടം വരെ പോകാൻ ഇപ്പം സമയമില്ല. എന്തായാലും ഞാൻ ഈ ബാങ്കിലോട്ട് പോട്ടെ. ബാങ്കിൽ പോയിട്ട് കോയിനൊക്കെ എടുക്കാനുണ്ട്. ബാങ്കിൽ പോയിട്ട് പിന്നെ വേറെ സ്ഥലത്ത് കോയിനൊക്കെ അമ്പലത്തിൽ നിന്ന് എടുക്കാനുണ്ട്. എനിക്കൊരു ഹോൾഡർ വേണം. അപ്പം ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റും. അതില്ല, അത് മേടിക്കാം. ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടുന്ന എത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ചെറുപ്പൊക്കെ ആയിരുന്നു, ഒട്ടും സ്ഥലമില്ല. അല്ലേലും ഇവിടെ സ്ഥലമില്ലായിരുന്നു. ദൈവം സൈഡിൽ കൊണ്ട് ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ ഇട്ടിരിക്കുന്നത് കുറച്ചേറെ നടക്കാറുണ്ട് ഇവിടുന്ന് ബാങ്ക് വരെ. രാവിലെ ഞാൻ ചിലപ്പോൾ കാണിച്ചിട്ടില്ല. രാവിലെയും കുഴപ്പമില്ല കേട്ടോ. നല്ല ചൂടുണ്ടെങ്കിലും കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെ ബാങ്കിലെത്തി നടന്ന് ബാങ്ക് അടച്ചല്ല ഞാൻ വന്നത്. കോപ്പ്. ഞാൻ ബാങ്കിനകത്ത് കയറിയിട്ട് ഞാൻ സംസാരിച്ച് നോക്കി. ഇവിടെ നെറ്റ് ബാങ്കിൻ്റെ വർക്ക് ഇതിനായിരുന്നു. അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ 2 ലക്ഷം മേടിക്കാൻ പറ്റില്ല. ചെക്കില്ലാതെ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നെറ്റ് ബാങ്കിൽ ഒരു പെയിന് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് അപ്രൂവ് ആകാൻ എന്നുവെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞാലേ പിന്നെ എത്ര രൂപ ഇടാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം അല്ലെങ്കിൽ 50,000 ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നാളെ 4 മണിയാവും. 4 മണി ആയി കഴിഞ്ഞാലും സീനാണ്. അപ്പോൾ SBI അടയ്ക്കും. പിന്നെ മറ്റേ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് പൈസ എടുക്കാമെന്ന് പറഞ്ഞാൽ എന്നാലും തിരിച്ച് വീട്ടിൽ പോകാം, കോയിൻ മേടിക്കാം. കുറേ ആൾക്കാരെ കണ്ടു കേട്ടോ ഞാൻ. എന്ന് വെച്ചാൽ എല്ലാവരും ഈ ബ്രിഡ്ജ്, സ്പെഷ്യലി ഈ ബ്രിഡ്ജിൻ്റെ പക്കത്തൂടി പോകുമ്പോൾ അവന്മാർക്കൊക്കെ എന്നെ ഓർമ്മ വരുന്നത്. ഇനി മുതൽ ഈ ഏരിയക്കകത്ത് ഞാൻ കുറേ വീഡിയോ ഉണ്ടാക്കത്തുള്ളൂ. ആൾക്കാർ വെറുതെ ഒരു ബ്രിഡ്ജുമായിട്ടല്ലേ മിക്സ് ചെയ്ത് ഒട്ടും സ്ഥലമില്ല. പോട്ടെ. മറ്റേ ഹോൾഡർ ഞാൻ തപ്പിയായിരുന്നു ഇവിടെ കണ്ണാടിയിലോട്ട് വല്ലതും വെക്കാൻ. പക്ഷെ കിട്ടിയില്ല. എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം, എന്നാലേ
ഇത് ഇപ്പൊ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാമല്ലോ, ഇതിപ്പോ ബുദ്ധിമുട്ട്. അമ്പലം അടച്ചിടക്കോ കോയിൻ മേടിക്കാൻ വേണ്ടി. വേണ്ട കോയിൻ കിട്ടിയില്ല. പക്ഷെ ഞാൻ സെക്കൻഡ് ക്യാമറമാൻ്റെ വീട്ടിലോട്ട് വന്ന് എൻ്റെ വീട് പുറകിലോട്ടാ. പക്ഷെ അവൻ കുറേ ദിവസമായിട്ട് കേരളത്തിലില്ലായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ എത്തിയേ ഉള്ളൂ. അവനുമായിട്ട് നമുക്ക് പോയിട്ട് ആ ഹോൾഡർ ഇല്ലേ ഇതിൻ്റെ പൊക്കത്ത് ഒട്ടിച്ച് വെക്കാൻ ഫോൺ, അത് നമുക്കൊന്ന് തപ്പിയിട്ട് വരാം. ഹവായ് മെറ്റിയ മന്ത്രമൊക്കെ വെച്ചിട്ട് കണ്ടോണ്ടിരിക്കുവാണല്ലേ. ഇപ്പൊ ഗോവ ട്രിപ്പ് പോയെന്നും കേട്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂർ, പിന്നെ കാശിക്ക് പോയി. ആണോ? കാശിക്ക് പോയില്ലല്ലേ? വാന്നേ നമുക്ക് പുറത്തോട്ട് പോയിട്ട് വരാം. പാൻറ്റിന്റെ ആവശ്യമില്ല, ഇത് കൊള്ളാം. ഇതെന്താ പറയുക, ഇത് ബെഡ് എനിക്ക് ആരെങ്കിലും മുള്ളാൻ വേണ്ടി വെച്ചിരിക്കുവാണോ ഇത്? എന്ത് വൃത്തിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ വെച്ചാൽ എനിക്ക് അതിനെ കൊച്ചിനെ കിടത്തിട്ട് മുള്ളാനുള്ളതാണ്. നിന്റെ മുള്ളിട്ടൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നല്ലേ? കുഴപ്പമില്ല, നടന്നല്ലോ വന്നത്. നമ്മള് വണ്ടിയിലൊക്കെയാണ് ഇപ്പൊ, എന്ത് ചെയ്യാന്. ആ വണ്ടി കിടക്കുന്നതാണോ മുമ്പില്? ഇത് എന്റെ കൂട്ടുകാരൻ്റെ വണ്ടി. അയ്യോ ഫുള്ള് വണ്ടിയിലാ, നമ്മൾ മാറി. ഇല്ല, ഞാൻ കാറിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ ഇപ്പൊ. നമുക്ക് എന്തായാലും പോയി തപ്പിട്ട് വരാൻ പറ്റിയ സാധനം. എനിക്കൊരു ക്യാമറ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് ഇത് ഈ ഫോണ് ഇപ്പൊ വണ്ടി നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. വണ്ടി ഓടുമ്പോഴും സംസാരിക്കണം എനിക്ക്. അപ്പൊ ഇവിടെ ഇരുന്ന സെറ്റ് ആയിരിക്കും. നമ്മളപ്പോ ടൗണിൽ എത്തിയിട്ടുണ്ട് മൊബൈൽ ഹോൾഡർ തപ്പാൻ വേണ്ടി. ജസ്റ്റ് ഒന്ന് മൊബൈൽ ഹോൾഡർ ഉണ്ടെങ്കിൽ അത്രയും കൺവീനിയന്റ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വിൻഷീൽഡ് വെക്കാനും ഇറക്കാനും പറ്റുന്ന ടൈപ്പ് മൊബൈൽ ഹോൾഡർ എനിക്ക് വേണ്ട. അല്ല, ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് ആയിരുന്നു. കട കിട്ടിയാ? കട കിട്ടി. വാ പെട്ടെന്ന് പോവാം. ടാറ്റു ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്നത്, സ്റ്റാമ്പ് അടിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഈ മൗണ്ടാണ് കിട്ടിയിരിക്കുന്ന ബർഗമൻ 680 രൂപ. കുറെ ഡിസ്കൗണ്ട് ഞാൻ ചോദിച്ച്, ഇത്ര ഡിസ്കൗണ്ട് തന്നുള്ളവർ. ഒന്ന് ഞാൻ വണ്ടിയിൽ വെച്ച് നോക്കാം വർക്കൗട്ട് ആവുമോ ഇല്ലെന്ന്. ഇവിടെ നോക്കാം. ഇനി ഊരുന്ന എങ്ങനെയാണ്? തമാശക്കരുത് പോലെ എനിക്ക് കളിയെന്ന് പറഞ്ഞു. ഇരുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് കാണുമായിരിക്കും. പിന്നെ മുഖം കാണാവാ, മുഖം കാണാവാ. ഓ സ്ക്രീൻ ഫുള്ളും കവറാണെന്നാ. എന്റെ മുഖം കാണുന്നുണ്ടായിരിക്കും, പ്രതീക്ഷിക്കാം. ഇതായിരുന്നു എനിക്ക് വേണ്ടത്, പ്രോപ്പർ വ്ളോഗിങ് സെറ്റപ്പ്. ഇപ്പൊ നമ്മൾ ചെയ്തോണ്ട് നമുക്ക് സംസാരിക്കാം. വണ്ടി ഓടിച്ചോണ്ട് സംസാരിക്കാം. ഇനി പോകുന്നത് എന്തോ എവിടെയാ? നമ്മളെവിടെ പോകുന്നു? വണ്ടിയുടെ ബൾബ് ശരിയല്ല മോനെ, രാത്രി ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം LED വെക്കാനെ. പക്ഷെ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് LED വെക്കുന്നില്ല. അവന് LED വേണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോർമൽ ബൾബ് പിടിച്ചുകൊണ്ട് വരാം. വണ്ടി ഓടിച്ചോണ്ട് മോനെ എനിക്ക് വയ്യ. ദൈവം, എന്താണിത്? ഓട്ടോക്കാരൻ മാറൂ. ഡ്രൈവിംഗ് സ്കിൽസ് എൻ്റെ അത്ര ഉണ്ടോ? ഓട്ടോ എടുത്ത് ഓടിക്കും പറഞ്ഞു. എനിക്ക് കിട്ടിയ ഓട്ടോ ഓടിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റേ V60 വണ്ടി എടുത്തിട്ട് നീ വരുന്ന? അപ്പൊ വരാമല്ലോ. നീ ബാംഗ്ലൂരിലോട്ട് പോവല്ലേ? V60 വണ്ടി എടുത്തിട്ട് ഞാൻ പറയുന്നുണ്ട് ഒരു പുതിയ വീഡിയോ. V60 എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് 24 hours in snow അത് ചെയ്യാം. കിടിലുമായിരിക്കും. 24 hours in snow കാശ്മീരിൽ ഓടിച്ചെത്തിയിട്ട് അവിടെ കൊണ്ട് ഒരു ദിവസം വണ്ടി ഇടാം, ഇലക്ട്രിക് വണ്ടി. കിടിലുമായിരിക്കും. ഫുഡൊക്കെ പോകുന്ന വഴി കഴിക്കാം. അല്ല പിന്നെ ഫുഡ് അവിടെ വേണമെങ്കിൽ മഞ്ഞിനകത്ത് ഫുഡ് കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ വല്ല മുയലിനെ തട്ടാം. മുയലിനെ തിന്നാൻ പറ്റുന്ന മുയലിനെ തട്ടാന്ന് പറഞ്ഞത്, തിന്നാൻ പറ്റാത്ത മുയലിനെ വേണ്ട. ഈ വണ്ടിയുടെ ലൈറ്റ് ആദ്യം റെഡിയാക്കണം, ഒന്നും കാണുന്നില്ല. ബൾബ് മാറി അവിടെ കൊണ്ടുവന്ന്, പക്ഷേ ബൾബിന് ചാർജ് 3500 തൊട്ട് 9500 വരെ ഉണ്ട്. എൻ്റെ കൂട്ടുകാരനൊക്കെ വിളിച്ച് പറഞ്ഞ അവൻ അത്രയും വില അവൻ ചിലവാക്കുന്നു, എത്ര വില ആവുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. അതാ ഞാൻ ഇവിടെ കൊടുത്ത് മേടിക്കും, പക്ഷെ പിന്നെ അവൻ എനിക്ക് തരേണ്ടി വരും, ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എന്തായാലും അവൻ പറയാന്ന് പറഞ്ഞു, നാളത്തേക്ക് പറയാന്ന് പറഞ്ഞു. ഇപ്പൊ തൽക്കാലം ഈ ലൈറ്റ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വണ്ടിയുടെ കിടക്കുന്നു, നമുക്ക് പോവാം. നിന്നെ കൊണ്ടാക്കാൻ ഞാൻ വണ്ടി അവൻ നാളെ പറയും എന്താണെന്ന് എടുക്കുന്നത്. 9500 വരെ പ്രൈസ് ഉണ്ട്. കൂടിയ ബൾബ് അത്രയും വേണ്ട, കുറഞ്ഞ ബൾബും മതി. എനിക്കാണെങ്കിൽ ആഹാരം നമ്മൾ കഴിക്കണം എന്നൊക്കെ പറയും ഞാൻ. എന്നാലും 100 കിലോ ആകേണ്ട ഞാനായിരുന്നു. 100 കിലോ ഒന്നും ആയില്ല. ഇപ്പൊ 86. നേരത്തെ എത്ര ഇത് കൺഫ്യൂഷൻ ആണല്ലോ. എന്താണിത്? ആദ്യത്തെ കാര്യം ഒരു കിണ്ടി കാണുന്നില്ല മുമ്പില്. ഈ ലൈറ്റ് കൂടി മുഖത്തൊക്കെ അടിച്ച് വെച്ചുകൊണ്ട് ഒന്നും കാണുന്നില്ല. അപ്പം 86 ആയുള്ളൂ. 100 ആക്കണം. പക്ഷെ കൊടുക്കത്തെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന മഹാബുദ്ധിമുട്ട്. അതാണ് പക്ഷെ അത്രയും വയറ് നിറഞ്ഞുകൊണ്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറെ നേരം ഞാൻ ഇരുന്ന് എഡിറ്റ് ചെയ്യണ്ട്. അതാണ് മെയിൻ റീസൺ, മടിയുടെ. പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് പ്രെപ്പ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എനിക്ക്. ഞാൻ അതാ ആഹാരം പ്രോപ്പറായിട്ട് ബൾക്കിന് നമ്മൾ പ്രോപ്പറായിട്ട് കുറച്ച്
പ്രപ്പ് ചെയ്യണ്ടേ ഫുഡ്. ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങാം നമുക്ക്. ഇതല്ലേ കാറ്? ഓ ഇതല്ലല്ലേ കാർ, അതല്ലായിരുന്നു. ഞാൻ ആഹാരം കഴിച്ചത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. പെട്ടെന്നായിരുന്നു, അതൊക്കെ ആവശ്യപ്പായിരുന്നു. നമ്മളപ്പോ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ജിമ്മിൽ വരുന്നുണ്ടോ ഇപ്പൊ? വരുന്നുണ്ട്. ഈ ഫുഡ് കഴിച്ചിട്ട് ജിമ്മിലോട്ടല്ലേ? ആരോഗ്യം വരുന്നത്. നിന്റെ വീടിന് മുമ്പിലോട്ട് ലൈറ്റ് ഒന്നും ഇല്ലടാ. ഞാൻ ആഹാരം കഴിച്ച്, അതാണ് ഒരു സീനായത്. എന്തായാലും വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ ജിമ്മിലോട്ട് പോകും. ഞാൻ വീട്ടിലെത്തി, ഗേറ്റ് തുറക്കണം. വന്നൊന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നല്ലോ. ഞാൻ സ്കൂട്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഗേറ്റ് തുറക്കുന്നത് ഞാനായിരുന്നു. എനിക്കറിയാം ഞാൻ മുഖം തുടച്ചിട്ടില്ലെന്ന്, പക്ഷേ ഞാൻ ഇപ്പോൾ ജിമ്മിലോട്ട് ഇറങ്ങുക. ഓൾറെഡി ലേറ്റ് ആയി, ഒരു 3/4 മണിക്കൂർ എങ്ങാനുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് കൈ നനച്ചിട്ട് വരാം. ഞാൻ വീട്ടിലെത്തി ഒടുക്ക തളർന്ന് നടക്കുക. എനിക്ക് 2 ദിവസമായിട്ട് ഉറക്കം ശരിയല്ല. അവിടെ സൈഡിലായിട്ട് ഈ ഗുരുസ്വാമിയുടെ അവിടെ പാട്ട് നടക്കുന്നത്.